എൻ്റെ പേര് അഞ്ജലി. ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം 2023 സെപ്റ്റംബർ 20 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. എങ്കിലും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പല ഹോസ്പിറ്റലുകളിൽ പോയി കണ്ടു, എന്നിട്ടൊന്നും ആവണുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ IVF ട്രീറ്റ്മെൻറ്റ് 2 തവണ ചെയ്തു. IUI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് 4 തവണ ചെയ്തു. എന്നിട്ടൊന്നും കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർമാർക്ക് എന്താ പ്രശ്നം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു തവണ പോലും എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത്, നീ ഒന്ന് കൃപാസനത്തിൽ പോയി നോക്ക്, അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് നല്ല റിസൾട്ടുകളാണ് ഉണ്ടാവുന്നത്, നീ ഒന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് കറക്റ്റ് 2023 സെപ്റ്റംബർ 20 ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് കിട്ടിയ കുരിശുരൂപം ഞാൻ എൻ്റെ ശരീരത്തിൽ ധരിക്കുകയും അതുപോലെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വളരെ അത്ഭുതകരമായിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞ് 2023 ഒക്ടോബർ 21 ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ആദ്യമായിട്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ ഭർത്താവിനും അതിനുശേഷം ഭയങ്കര വിശ്വാസമായി. വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 1.5 മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം രാത്രി ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു, എന്തായാലും 50-50 ചാൻസ് ഉള്ളൂ, നമുക്ക് നോക്കാമെന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ അപ്പോഴും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് മാതാവ് തന്നതാണ്, അതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ ഉടമ്പടി തൈലമൊക്കെ വീണ്ടും എൻ്റെ വയറിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായി ശ്രദ്ധിക്കണമെന്ന് മാത്രമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 9 മാസവും അമ്മയുടെ ഒരു സംരക്ഷണം കൊണ്ട് എനിക്ക് വേറെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. അങ്ങനെ 2024 ജൂൺ 13 ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി. എനിക്കൊരു ആൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്, ഇത് എൻ്റെ കൃപാസന മാതാവ് തന്നതാണെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് അഞ്ജലി എന്ന സഹോദരിയാണ്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, വിവാഹത്തിന് ശേഷം 5 വർഷക്കാലമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഉടമ്പടിയെക്കുറിച്ചറിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹവും കൃപയും സ്വീകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെയുമായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഈ സഹോദരി നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് ചരിക്കുന്നവർക്ക് അവൻ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന വിശ്വസ്തയോടുകൂടി ജീവിച്ച ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ കൃപയെക്കുറിച്ച് നമ്മുടെ മുൻപിൽ വർണ്ണിക്കുമ്പോൾ നമുക്ക് 2 കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.